ലാസ്റ്റ് 2024 to 24 എക്സാം വളരെ എളുപ്പമായിരുന്നു അതുപോലെ കുട്ടികളൊക്കെ ഭയങ്കര നല്ല സ്കോർ, എല്ലാവരും നല്ല ഹാപ്പി. ആ വർഷം കുട്ടികളും പാരന്റ്സും ഒക്കെ എല്ലാവരും നല്ല കോളേജ് കിട്ടുന്ന രീതിയിൽ നല്ല മൂവ്മെന്റ് ആയിരുന്നു, നല്ല അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടന്ന് എല്ലാവർക്കും കുറച്ച് ഹാപ്പിനെസ് കിട്ടിയിരുന്നു. പക്ഷേ 25 വരുന്ന സമയത്ത് എക്സാംസിന്റെ റിസൾട്ട് വന്ന ടഫ് എന്നുള്ള രീതിയിൽ വരികയും അത് അവരുടെ റിസൾട്ടിനെ മാർക്കിനൊക്കെ എഫക്ട് ചെയ്യുന്ന മനസ്സിലാക്കി. അതായത് കഴിഞ്ഞ വർഷത്തെ എക്സാമിന്റെ റിസൾട്ട് നമ്മൾ അടിസ്ഥാനപ്പെടുത്തി ഒരിക്കലും ഈ വർഷം എനിക്ക് ഇത്ര റാങ്ക് കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഇന്ന കോളേജ് കിട്ടും എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും ഒരു പ്രഡിക്ഷൻ ചെയ്യാൻ സാധിക്കില്ല കാരണം എന്നാണ് പറഞ്ഞു വരുന്നത്. അതെ, പക്ഷേ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ആൻസേഴ്സ് അവിടെ നടന്നിരിക്കുന്ന റാങ്ക് അനുസരിച്ചുള്ള കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടന്നതും നമുക്ക് ഫോളോ ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അത് കംപ്ലീറ്റ് അത് ശരിയല്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ അതാത് വർഷങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഡീറ്റെയിൽസ് എടുക്കണം. നമ്മൾ ഒരു കാരണവശാലും എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് അല്ലെങ്കിൽ ചില സ്പെസിഫിക് ഏരിയയിൽ നിന്ന് മാത്രം കിട്ടുന്ന ആൻസർ മാത്രം ഫോളോ ചെയ്യാൻ പാടില്ല. കാരണം അവർ അതിൽ മാത്രം ഇമ്പോർട്ടൻസ്